ഹായ്, നമസ്കാരം. ഈ വർഷം അതായത് പുതിയ കർഷകർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വർഷം കൂടുതൽ കോളനി ആക്കണമെന്നുള്ള പുതിയ കർഷകർ, അതായത് ഇന്ന് ജൂലൈ 7 ഞാനിന്ന് കോളനി നോക്കുന്ന ദിവസം. അപ്പോൾ നമുക്ക് അടുത്ത മാസം ഓഗസ്റ്റിലൊക്കെ നമുക്ക് പിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബ്രൂഡിലേക്ക് നോക്കുക. ഇതുണ്ടോ, ഇത് ഞാനിപ്പോൾ ഒരട എടുത്ത് മാറ്റി. ആണീച്ചയുടെ മുട്ടയിടാൻ വേണ്ടി അവർ കെട്ടിയ അടയാണ് സീസണിൽ. നമ്മളത് ലാസ്റ്റിൽ കട്ട് ചെയ്ത് മാറ്റിയില്ല, പിന്നെ തേനെടുപ്പിലേക്ക് അങ്ങ് മാറി. ഇത് വേണമെങ്കിൽ നമുക്ക് സൂപ്പർ ഇരിപ്പുണ്ടെങ്കിൽ സൂപ്പറിലേക്ക് വെട്ടി കയറ്റാം. ഇതിപ്പോൾ ഒരട ആണേ. ഇനിയുള്ളത് 2, 4, 5 എണ്ണമാണ്. ഈ 5 എണ്ണത്തിൽ പലർക്കും അറിയില്ല, എല്ലാവരും പിരിക്കാനായിട്ട് സമയത്ത് പിരിക്കാം എന്ന് കരുതിയിരിക്കും. അതായത് മിക്കവാറും അടകളിലെല്ലാം തേനായിരിക്കും, അല്ലെങ്കിൽ ആണീച്ചയുടെ അടയായിരിക്കും. ഇതിപ്പോൾ 5ാമത്തെ അടയാണ്. ഇതിൻ്റെ അവസ്ഥ ഉണ്ട്. അല്ലെങ്കിൽ ഒരു മുട്ട പോലും ഇല്ല. അതുപോലെ അതിൽ മുട്ടയില്ല. ഇതുണ്ടല്ലേ, ഇത് സമാധിയിലുള്ളതോ അല്ലാതെയുള്ള ഒരു മുട്ടയുമില്ല. ഫുള്ള് തേൻ വെച്ചേക്കാണ്. ഇതിലുള്ളത് 4 അടയാണ്. ഈ 4 അടയിലെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പകുതിയോളം തേൻ വെച്ചേക്കാണ്. നമുക്കിത് അടുത്ത മാസം പിരിക്കണമെങ്കിൽ നമുക്കിതിനകത്ത് മുട്ട കുറവായിരിക്കും. നമ്മൾ ഈ 2 അട വെച്ചല്ലേ പിരിച്ചു മാറ്റാൻ പറ്റും. ഈ 2 അടയും ഇപ്പോൾ എടുത്ത് മാറ്റിയ 2 തേനുള്ള അടയും. അപ്പോൾ നമുക്കതിൽ ആവശ്യമുള്ള വിരിഞ്ഞിറങ്ങാനുള്ള മുട്ട ഉണ്ടാകും. മനസ്സിലായി? നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 2 അട ഓരോ അട വെട്ടി മാറ്റിയാലും മതി. ഒരാഴ്ച ഒരട വെട്ടി മാറ്റിയിട്ട് അടുത്ത ആഴ്ച വേണമെങ്കിൽ അത് കെട്ടി ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ 2ാമത്തെ അടയും വെട്ടി മാറ്റാം. മിക്കവാറും ആ ലാസ്റ്റ് കിടക്കുന്ന അടയിലും ഫുള്ള് തേനായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 3 അടയിൽ മുട്ട ഉണ്ടാകത്തുള്ളൂ, അതും കുറച്ച് മുട്ട മാത്രം. അപ്പോൾ നമ്മൾ ഈ ഓരോ ആഴ്ച ഈ ഓരോ അട വെട്ടി മാറ്റി കൊടുക്കുക. അപ്പം അവർ പുതിയ അട കിട്ടിയിറങ്ങും. അതിനകത്ത് എന്ത് ചെയ്യാം, സമാധിയിലുള്ളതുണ്ടാവും, പുഴു ഉണ്ടാവും, അതുപോലെ മുട്ടയുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സെല്ലിനെ, റാണി സെല്ലിനെ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഓരോ ആഴ്ച ഓരോ അട വെട്ടി മാറ്റിയാലും മതി. അപ്പോൾ നമ്മൾ സീസൺ കഴിഞ്ഞു. ഇനി ഇപ്പോഴേ അതിൻ്റെ ശ്രദ്ധിച്ച് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അടുത്ത മാസത്തേക്ക് പിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.